ഹായ് ഫ്രണ്ട്സ്, ഇന്ന് സോസേജ് കൊണ്ടൊരു റെസിപ്പിയാണ്. സോസേജ് ഇഷ്ടമുള്ളവരാണെങ്കിൽ വളരെ പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഈ സ്പെഷ്യൽ ട്രൈ ചെയ്യാൻ വിട്ടുപോകരുത്. അതിനായി തണുപ്പ് കളഞ്ഞെടുത്ത സോസേജ് നന്നായി കഴുകി വൃത്തിയാക്കുക. ഒരു പാത്രത്തിലേക്ക് അതിട്ട് നികക്കി വെള്ളമൊഴിച്ച് ഗ്യാസ് അടുപ്പിൽ വെക്കുക. ഒന്നങ്ങ് വേവിച്ചെടുക്കണം, അധികമല്ല, നന്നായി തിളച്ചു വരുന്ന പരുവം. അങ്ങനെ ആവുമ്പോഴത്തേക്ക് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് അതൊരു അരിപ്പ പാത്രത്തിലേക്ക് ഒഴിച്ച് അതിൻ്റെ വെള്ളം മാറ്റാം. ഈ സോസേജിനെ ചെറുതായി കട്ട് ചെയ്ത് മാറ്റിവെക്കാം. അധികം നൈസ് ആവാതെ കട്ട് ചെയ്യാൻ ശ്രദ്ധിക്കണം. ഗ്യാസ് ഓൺ ചെയ്ത് ഒരു പാൻ അടുപ്പിൽ വയ്ക്കുക. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാവുമ്പോൾ 1/2 ടീസ്പൂൺ കടുക്, 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, 1/2 ടീസ്പൂൺ പെരുംജീരകവും ചേർത്ത് ചൂടാക്കുക. വീഡിയോ ഇടയ്ക്കൊന്ന് കട്ടായിപ്പോയി, ക്ഷമിക്കണം. ഇതിലേക്ക് 4 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ ചേർത്ത് നന്നായി മൂപ്പിച്ചെടുക്കുക. ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം നന്നായി മൂത്ത് വന്ന് കഴിയുമ്പോൾ ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി കൂടെ ചേർത്ത് കരിയാതെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. പൊടികൾ എണ്ണയിലേക്ക് ചേർക്കുമ്പോൾ ലോ ഫ്ലെയിമിലിട്ട് വേണം ചേർക്കാനായിട്ട്. ഈ പൊടികളിലേക്ക് നേരത്തെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സോസേജ് ചേർത്ത് കൊടുക്കുക. പൊടികൾ ചേർത്ത് ഒന്ന് നന്നായി ഇളക്കി കൊടുക്കുക. ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക. സോസേജ് വാങ്ങുമ്പോൾ അതിൽ ചെറിയൊരു ഉപ്പ് കാണും, അതിനാൽ ശ്രദ്ധിച്ച് ഉപ്പ് ചേർക്കുക. ഇതിലേക്ക് 1/2 ഗ്ലാസ് വെള്ളം ചേർത്ത് ഒന്ന് ഇളക്കി 1/2 ടീസ്പൂൺ ഗരം മസാല, 1 പച്ചമുളക് ചെറുതായി അരിഞ്ഞത് ചേർക്കണം, 1 സബോള കുഞ്ഞായിട്ട് അരിഞ്ഞതും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ഈ ടൈമിൽ കുറച്ച് മല്ലി ഇലകളോ ചേർക്കുന്നത് നല്ലൊരു ഫ്ലേവർ കിട്ടും. നമ്മുടെ സോസേജിന് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ചേർത്ത് കൊടുത്തു കഴിഞ്ഞു. ഇനി ഇതിലേക്ക് മസാലകളൊക്കെ പിടിക്കുന്നതിന് വേണ്ടി നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. ഇടയ്ക്ക് മൂടിയൊന്ന് തുറന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. നമ്മൾ ആദ്യം ഒഴിച്ച 2 ടേബിൾ സ്പൂൺ എണ്ണ മാത്രമാണ് ഇതിനെടുത്തിരിക്കുന്നത്. ആ ഒരു എണ്ണയിൽ തന്നെ ഇത് നന്നായിട്ട് മുരിഞ്ഞ് കിട്ടും നമുക്ക്. ഈ സോസേജ് നിങ്ങൾക്ക് പാകത്തിനനുസരിച്ച് റോസ്റ്റ് ചെയ്തെടുക്കാവുന്നതാണ്. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയായിരിക്കുമല്ലോ, വളരെ സ്വാദിഷ്ടമായ ഒരു റെസിപ്പിയാണ്. തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക. ഇതുപോലെ നല്ല റെസിപ്പീസ് അപ്ലോഡ് ചെയ്യാൻ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ പറ്റൂ. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. താങ്ക്